നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സൗമ്യ. പ്രധാന വാർത്തകൾ. സാൻസദ് ആദർശ ഗ്രാമയോജന പദ്ധതി ഉദ്ഘാടനം കുട്ടനാട്ടിൽ നടന്നു. ആദർശ ഗ്രാമങ്ങളുടെ വികസനത്തിന് പ്രത്യേക ഫണ്ട് നീക്കിവെക്കാൻ ആവശ്യപ്പെടുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. പരിധി വിടുന്ന BSNL. കേന്ദ്ര സർക്കാരിന്റെയും മാനേജ്മെന്റിന്റെയും തെറ്റായ നിലപാടുകൾ BSNLനെ തകർക്കുമെന്ന് ജീവനക്കാർ. മതനിരപേക്ഷതയും പൊതുവിദ്യാഭ്യാസ സംരക്ഷണവും എന്ന മുദ്രാവാക്യമുയർത്തി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം മങ്കൊള്ളി. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രിയുടെ പ്രത്യേക പദ്ധതിയായ സാൻസദ് ആദർശ് ഗ്രാമയോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാർലമെന്റ് അംഗങ്ങൾ ദത്തെടുത്ത ഗ്രാമങ്ങളുടെ സർവ്വതോന്മുഖ വികസനത്തിന് പ്രത്യേക ഫണ്ട് നീക്കിവെക്കാനും MPമാരുടെ പ്രാദേശിക വികസനത്തിനുള്ള ഫണ്ട് 5 കോടി രൂപയിൽ നിന്ന് 25 കോടി രൂപയായി ഉയർത്തുവാനും ആവശ്യപ്പെടുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. ആദർശ് ഗ്രാമമായി തെരഞ്ഞെടുത്ത തകഴി പഞ്ചായത്തിൽ പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നതിനായി ചേർന്ന ആലോചനാ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വളരെ പ്രയാസമായിരുന്നു 65 പഞ്ചായത്തും 3 മുനിസിപ്പാലിറ്റിയുമുള്ള മാവേലിക്ക ലോക്സഭാ മണ്ഡലത്തിൽ ഒരു പഞ്ചായത്തിനെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഞങ്ങൾ എല്ലാ MPമാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രയാസമായി. കുറച്ചല്ല, പ്രയാസം തന്നെയാണ്. എല്ലാ പഞ്ചായത്തുകളോടും തുല്യനീതിയും തുല്യ പരിഗണനയും കൊടുക്കേണ്ടവരാണ്. കേന്ദ്ര പദ്ധതികളിൽ ആദർശ് ഗ്രാമമായി തെരഞ്ഞെടുക്കപ്പെട്ടവയ്ക്ക് മുൻഗണന നൽകാനാണ് നിലവിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. നിലവിലുള്ള MP ഫണ്ടിൽ ഭൂരിഭാഗവും ഒരു പഞ്ചായത്തിനായി മാത്രം നീക്കിവെക്കുക പ്രായോഗികവും നീതിയുക്തവുമല്ല. ആദർശ് ഗ്രാമങ്ങൾക്കായി വിവിധ കേന്ദ്ര പദ്ധതികളിൽ പ്രത്യേക ഫണ്ട് നീക്കിവെക്കാൻ ആവശ്യപ്പെടും. ഗ്രാമങ്ങളുടെ വികസനത്തിന് കൂടുതൽ ഫണ്ട് അനുവദിക്കാൻ MP ഫണ്ട് ഉയർത്തുന്ന കാര്യം പാർലമെന്റിൽ ഉന്നയിക്കും. സാൻസദ് ആദർശ് ഗ്രാമയോജന പദ്ധതി കൂടുതൽ പഞ്ചായത്തുകളിലേക്ക് വ്യാപിപ്പിക്കണമെന്നും MP പറഞ്ഞു. ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്ന പൊതുമേഖലാ സ്ഥാപനമായ BSNLനെ സംരക്ഷിക്കണമെന്നും സർക്കാർ ധനസഹായം നൽകണമെന്നും ആവശ്യപ്പെട്ട് BSNL ജീവനക്കാർ മാർച്ച് 17 മുതൽ അനിശ്ചിതകാല പണിമുടക്കിലേക്ക്. അനിശ്ചിതകാല സമരത്തിന് മുന്നോടിയായി ആലപ്പുഴ GM ഓഫീസിന് മുന്നിൽ ജീവനക്കാർ ത്രിദിന ധർണ സംഘടിപ്പിച്ചു. 2007 വരെ 47% വിപണി പങ്കാളിത്തവും 40,000 കോടിയോളം വരുമാനവും ഉണ്ടായിരുന്ന സ്ഥാപനത്തിന്റെ സാമ്പത്തിക നഷ്ടത്തിന് കാരണം കേന്ദ്ര സർക്കാരിന്റെ മാനേജ്മെന്റിന്റെയും തെറ്റായ നിലപാടുകളാണ്. മൊബൈൽ വികസനത്തിന്റെ എല്ലാ അവസരവും ബോധപൂർവം അട്ടിമറിക്കുകയും സ്വകാര്യ കമ്പനികൾക്ക് ടെലികോം കമ്പോളത്തിൽ ആധിപത്യമുണ്ടാക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. സാമൂഹ്യ ബാധ്യത നിർവഹിക്കുന്ന സ്ഥാപനമെന്ന പരിഗണന പോലും നൽകാതെ സ്വകാര്യ കമ്പനികളുമായി കടുത്ത മത്സരത്തിന് BSNLനെ കേന്ദ്ര സർക്കാർ നിർബന്ധിതമാക്കി. BSNLന്റെ സംരക്ഷണത്തിന് എന്ന പേരിൽ നിർദ്ദേശിക്കപ്പെട്ട നടപടികളെല്ലാം ഫലത്തിൽ സ്ഥാപനത്തിന്റെ ശിഥിലീകരണത്തിനും സ്വകാര്യവൽക്കരണത്തിനും വഴിയൊരുക്കിയെന്ന് സമരക്കാർ ആരോപിച്ചു. നമുക്കെല്ലാം അതിന്റെ ഭാഗമായ അഭിമാനം പറയുന്നതാണ് കസ്റ്റമർ ഡിലൈറ്റ് മന്ത്. മുഴുവൻ ട്രേഡ് യൂണിയനുകളും കൂടെ ചേർന്ന് കസ്റ്റമർ ഡിലൈറ്റ് മന്ത് എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇറങ്ങിപ്പുറപ്പെടുകയാണ്. നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ ഉള്ള മെറ്റീരിയൽ, ഉള്ള സ്ഥാപനങ്ങൾ, ഉള്ള സാധനങ്ങൾ വെച്ച് ഞങ്ങൾ കസ്റ്റമേഴ്സിന്റെ അടുക്ക ഇറങ്ങിയാണ് എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിലും കുട വെച്ച് നമ്മൾ പൊതുജനങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി ഉള്ള സിമ്മും അതുപോലുള്ള കാര്യങ്ങളും വെച്ച് നമ്മൾ സേവ് BSNL എന്നൊരു പരിപാടി നമ്മൾ നേരത്തെ കസ്റ്റമർ ഡിലൈറ്റ് മന്ത്. ഇത് കൊള്ളാമല്ലോ, ഈ പരിപാടി കൊള്ളാമല്ലോ എന്ന് മനസ്സിലാക്കിയ കോർപ്പറേറ്റ് അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെന്റ് കസ്റ്റമർ ഡിലൈറ്റ് ഇയർ ആയിട്ട് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് കേരളം ഉൾപ്പെടെയുള്ള ഒരുപാട് സംസ്ഥാനങ്ങളിൽ അതിന്റെ റവന്യൂവിൽ തന്നെ വളരെ വ്യത്യാസപ്പെടും, പ്രകടമായ വ്യത്യാസം. ഇവിടുത്തെ ജീവനക്കാരുടെ കോൺട്രിബ്യൂഷൻ കൊണ്ട് ഇവിടുത്തെ തൊഴിലാളികൾക്ക് ഇത് വേണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവര് ഒരു വർഷത്തേക്ക് അപ്പൊ എന്താ ഇപ്പൊ KSRTC നടത്തുന്നത് പോലെയാണ് സേവ് KSRTC എന്ന രീതിയിൽ അവർ കസ്റ്റമേഴ്സിനെ കോട്ടയം ഇപ്പോ 3 ലക്ഷത്തിന്റെ വരുമാനം കൂടുതൽ കണക്കൂട്ടിയെങ്കിൽ അവരെ ഞെട്ടിച്ചുകൊണ്ട് 5 ലക്ഷത്തിന്റെ കളക്ഷനാണ് കഴിഞ്ഞ ദിവസം കൂടുതൽ. ത്രിദിന ധർണയ്ക്ക് P മണികണ്ഠൻ, P പ്രവീൺ, മോഹൻ നായർ, തോമസ് സെബാസ്റ്റ്യൻ എന്നിവർ നേതൃത്വം നൽകി. CMD ഡയറക്ടർ, ഫിനാൻസ് ഡയറക്ടർ എന്നീ തസ്തികകളിലെ ഒഴിവുകൾ നികത്തുക, BSNL വിഭജിച്ച് അനുബന്ധ കമ്പനികൾ രൂപീകരിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, സ്പെക്ട്രം ഉദാരവൽക്കരണ നയവും വിപണി അധികാരം നൽകുന്ന നടപടികളും പിൻവലിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങളും ഉന്നയിച്ചാണ് ധർണാ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്.
കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA 24ാമത് ആലപ്പുഴ ജില്ലാ സമ്മേളനം ജനുവരി 10-11 തീയതികളിൽ മങ്കമ്പ് പി കൃഷ്ണപിള്ള സ്മാരക മന്ദിരം ഹാളിൽ നടക്കും. മതനിരപേക്ഷ വിദ്യാഭ്യാസം സംരക്ഷിക്കുക, അധ്യാപകരുടെ ആത്മാഭിമാനം നിലനിർത്തുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഇത്തവണത്തെ ജില്ലാ സമ്മേളനം നടക്കുന്നത്. ആലപ്പുഴ ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായുള്ള 350 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. കേരളത്തിന്റെ സമസ്ത പുരോഗതിക്കും അടിസ്ഥാനമായ പൊതുവിദ്യാഭ്യാസവും അധ്യാപകന്റെ തൊഴിൽ സുരക്ഷയും സങ്കീർണമായ പ്രതിസന്ധിയെ നേരിടുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിദ്യാഭ്യാസ മേഖലയെ സ്വകാര്യവൽക്കരിക്കുന്ന നടപടികളുമായി മുമ്പോട്ട് പോകുന്നു. ജനുവരി 10 നടക്കുന്ന സമ്മേളനം KSTA സംസ്ഥാന പ്രസിഡന്റ് KN സുകുമാരൻ ഉദ്ഘാടനം ചെയ്യും. KSTA ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് D സുധീഷ് അധ്യക്ഷത വഹിക്കും. ശനിയാഴ്ച രാവിലെ 10:30 KSTAയുടെ സംസ്ഥാന പ്രസിഡന്റ് KN സുകുമാരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് KJ ഹരികുമാർ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. ഞങ്ങൾ ദേശാഭിമാനി വാരികയുടെ വരിസംഖ്യ ചേർത്തിട്ടുണ്ട്. അത് സ്വാഗത സംഘം രക്ഷാധികാരി ഏറ്റുവാങ്ങും. പകൽ 3:30 സമ്മേളന സ്ഥലത്ത് നിന്ന് പൂപ്പള്ളി ജംഗ്ഷനിലേക്ക് ആയിരക്കണക്കിന് അധ്യാപകർ പങ്കെടുക്കുന്ന അധ്യാപക പ്രകടനമുണ്ടാവും. 4 മണിക്ക് ജംഗ്ഷനിൽ നടക്കുന്ന പൊതുസമ്മേളനം G സുധാകരൻ MLA ഉദ്ഘാടനം ചെയ്യും. 2ാം ദിവസം ഒരു സെമിനാർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. 11:30 സ്ത്രീകൾക്കെതിരെ ഉള്ള അതിക്രമം ഒരു മനുഷ്യാവകാശ ലംഘനം. മാധ്യമ പ്രവർത്തക R പാർവതി ദേവി ഈ പ്രഭാഷണം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ദേശാഭിമാനി വാരികയുടെ വരിസംഖ്യ ഏറ്റുവാങ്ങലും അധ്യാപക കലോത്സവത്തിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും CPIM മുൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബു നിർവഹിക്കും. 11 നടക്കുന്ന സമാപന സമ്മേളനം G സുധാകരൻ MLA ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം മനുഷ്യാവകാശ ലംഘനം എന്ന വിഷയത്തിൽ മാധ്യമ പ്രവർത്തക P പാർവതി ദേവി സെമിനാർ നടത്തും. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് U പ്രതിഭാഹരി, MC പ്രസാദ്, D സുധീഷ്, N ഉണ്ണികൃഷ്ണൻ, TS പ്രദീപ് കുമാർ, V വിത്തവൻ എന്നിവർ സംസാരിച്ചു. വിലക്കയറ്റത്തിന് അടിസ്ഥാന കാരണം ഉയർന്ന ഇന്ധനവിലയാണെന്നത് അംഗീകരിക്കപ്പെട്ട സത്യമാണ്. എന്നാൽ അസംസ്കൃത എണ്ണവില എത്ര തന്നെ കുറഞ്ഞാലും അതിലൂടെ ഉണ്ടാകുന്ന വിലക്കുറവ് സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നതും സത്യം തന്നെ. അസംസ്കൃത എണ്ണവില 2009 ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയിട്ടും അതിന്റെ ഗുണഫലം ജനങ്ങളിലേക്ക് എത്തുന്നില്ല. ക്രൂഡ് ഓയിൽ വില ഏതാണ്ട് 1/3 കുറഞ്ഞിട്ടും രാജ്യത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയിൽ കാര്യമായ കുറവുണ്ടാകാത്തത് വീണുകിട്ടിയ അവസരം മുതലാക്കുവാനുള്ള സർക്കാരിന്റെ അത്യാർത്തി ഒന്നുകൊണ്ട് മാത്രമാണ്. പെട്രോളിനും ഡീസലിനും വില നിർണ്ണയിക്കുവാനുള്ള അധികാരം സർക്കാരിൽ നിന്നും എണ്ണ കമ്പനികൾക്ക് കൈമാറിയപ്പോൾ ജനങ്ങൾക്കൊരു വാഗ്ദാനം നൽകിയിരുന്നു. അസംസ്കൃത എണ്ണവിലയ്ക്ക് ആനുപാതികമായി ഇന്ധനവിലയും പുനർനിർണ്ണയിക്കുമെന്നതായിരുന്നു അത്. എന്നാൽ കഴിഞ്ഞ മാസങ്ങളിൽ അന്താരാഷ്ട്ര വിപണിയിൽ നിരന്തരം എണ്ണവില കുത്തനെ കുറഞ്ഞു വരുന്ന സാഹചര്യത്തിലും നാമമാത്രമായ കുറവ് മാത്രമേ എണ്ണ കമ്പനികൾ വരുത്തിയിട്ടുള്ളൂ. ആവശ്യത്തിന്റെ 80% ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉൽപാദനം കുറച്ച് എണ്ണവില വർദ്ധിപ്പിക്കേണ്ട എന്ന OPEC രാജ്യങ്ങളുടെ തീരുമാനം ഏറ്റവും ഗുണകരമാണ്. കയറ്റുമതിയിലൂടെ നേടുന്ന വിലപ്പെട്ട വിദേശ നാണ്യത്തിന്റെ സിംഹഭാഗവും ചിലവഴിക്കേണ്ടി വരുന്നത് എണ്ണ ഇറക്കുമതിക്കായാണ്. എണ്ണവില പകുതിയിലേറെ ഇടിഞ്ഞതിലൂടെ ഇന്ത്യക്ക് ലഭിക്കുന്ന സാമ്പത്തിക ലാഭം ജനങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. വില അമിതമായി ഉയർന്ന സാഹചര്യങ്ങളിൽ ആ ഭാരം വലിക്കാൻ തയ്യാറായ ജനങ്ങളെയാണ് സർക്കാർ വഞ്ചിക്കുന്നത്. ഇടയ്ക്കിടെ നാമമാത്രമായി ഇന്ധനവിലകൾ കുറച്ചിട്ടും സാധാരണക്കാരന്റെ ആശ്രയമായ ട്രെയിൻ, ബസ് നിരക്കുകൾ കുറച്ചിട്ടില്ല. പ്രതിപക്ഷത്തിരുന്നപ്പോൾ പെട്രോൾ വിലവർദ്ധനവിനെതിരെ പ്രചണ്ഡ സമരം നടത്തിയവരാണിപ്പോൾ കേന്ദ്രത്തിലുള്ളത്. പഴയ പല വാഗ്ദാനങ്ങളും മറന്ന കൂട്ടത്തിൽ ഇന്ധനവിലയിലെ ഇരട്ടത്താപ്പും ഉൾപ്പെടുന്നു. വാർത്തകൾ ഇടവേളയിലേക്ക്. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മളുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി.
സ്വർണ്ണ സമ്പാദ്യ പദ്ധതി തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീട് ഉണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കും അല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. മനുഷ്യാവകാശ സംരക്ഷണ മിഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ മാസം 24-ന് ആലപ്പുഴ നഗര ചത്വരത്തിൽ പരാതി പരിഹാരമേള സംഘടിപ്പിക്കുന്നു. മനുഷ്യാവകാശ പ്രശ്നങ്ങൾ, ഉദ്യോഗസ്ഥരുടെ കൃത്യവിലോപം, അഴിമതി, കെടുകാര്യസ്ഥത എന്നിവ പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ പരാതി പരിഹാരമേളയിൽ ഉണ്ടാകും. പരാതി പരിഹാരമേളയിൽ വിവിധ സർക്കാർ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. മനുഷ്യാവകാശ പ്രവർത്തകരായ മുൻ ജഡ്ജി ലംബോദരൻ വയലാർ, ചീഫ് സെക്രട്ടറി R രാമചന്ദ്രൻ നായർ, മുൻ SP-മാരായ K കൈലാസ്നാഥ്, PC രാമചന്ദ്രൻ നായർ, KV സതീശൻ തുടങ്ങി നിരവധി പ്രമുഖർ പരിപാടിയിൽ പങ്കെടുക്കും. ഹ്യൂമൻ റൈറ്റ്സിന്റെ ഈ 24/1/2015 നഗര എതിരത്തി വെച്ചാണ് നമ്മൾ ഈ മനുഷ്യാവകാശ സംരക്ഷണ മിഷൻ ആലപ്പുഴ ജില്ലയുടെ പരാതി പരിഹാരമേള നമ്മൾ നടത്തുകയാണ്. അപ്പോൾ അതോടനുബന്ധിച്ച് നമ്മൾ പരസ്യങ്ങൾ, പബ്ലിസിറ്റികൾ 67 പഞ്ചായത്തുകളെയും കൂടെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. 67 പഞ്ചായത്തുകളിലും ജനങ്ങളിലേക്കുള്ള പരസ്യം, അതുമായിട്ട് ബന്ധപ്പെട്ട പരസ്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. പിന്നെ പേപ്പറിലൂടെയും നോട്ടീസ് വിതരണത്തിലൂടെയും ജനങ്ങളുടെ പരിഹാരങ്ങൾ അവിടെ തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള നടപടികളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ മനുഷ്യാവകാശ സംരക്ഷണ മിഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് PK നടരാജൻ, ഷെബീർ അബ്ബാസ്, ജോസുകുട്ടി ജോസഫ്, പ്രൊഫസർ N ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു. 2010 മുതൽ EPF പെൻഷൻ വർദ്ധിപ്പിക്കുമെന്ന് UPA സർക്കാർ കൊട്ടിഘോഷിച്ചെങ്കിലും അത് നടപ്പായത് 2014 ഏപ്രിൽ 1 മുതലാണ്. മിനിമം 1000 രൂപയായി വർദ്ധിപ്പിച്ചതായാണ് പ്രഖ്യാപനം നടത്തിയത്. രാജ്യത്തെ 52 ലക്ഷം വരുന്ന മുൻ തൊഴിലാളികളെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും വോട്ട് നേടാമെന്ന വിശ്വാസത്തിലാണ് UPA സർക്കാർ ഈ പ്രഖ്യാപനം നടത്തിയത്. എന്നാൽ ഉത്തരവ് നടപ്പാക്കാതെ UDF സർക്കാർ വീണതോടെ പ്രഖ്യാപനം ജലരേഖയായി. ഇത് വയോജന സമൂഹമായ മുൻ തൊഴിലാളികളോട് കാട്ടിയ അനാസ്ഥയായിരുന്നു. BJP സർക്കാർ അധികാരത്തിലെത്തിയാലെങ്കിലും പട്ടിണിയും രോഗങ്ങളുമായി മല്ലടിക്കുന്ന പെൻഷൻകാർക്ക് 1000 രൂപയിൽ കൂടുതൽ പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും ലഭിക്കുമെന്നും പ്രതീക്ഷിച്ചു. 2010 പെൻഷൻകാരുടെ ഗുരുതരമായ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിൽ സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റ് രൂപീകരിച്ചു. ഈ സമിതി പെൻഷൻകാർക്ക് ദോഷകരമായ തീരുമാനമാണ് എടുക്കുന്നത്. ഇപ്പോൾ BJP സർക്കാർ നൽകുന്ന ഓട്ടക്കാശി പെൻഷൻ CBTയുടെ നിർദ്ദേശപ്രകാരമുള്ളതാണ്. പെൻഷൻകാരുടെ പ്രശ്നങ്ങൾക്ക് ഏകപക്ഷീയമായ തീരുമാനമെടുക്കാൻ CBTക്ക് അധികാരമില്ല. കാരണം എംപ്ലോയീസ് പെൻഷൻ പദ്ധതി പാർലമെന്റ് 1995 നടപ്പാക്കിയതാണ്. അതിനാൽ തന്നെ നിയമത്തിന്റെ ഭേദഗതികൾ അംഗീകരിക്കുവാനുള്ള അധികാരവും പാർലമെന്റിന് തന്നെ. ഭരണപരമായ നോട്ടിഫിക്കേഷൻ മൂലമോ ഇതിന് മാറ്റം വരുത്താൻ ബോർഡിന് അധികാരമില്ലാത്തതാണെന്ന് ചുരുക്കം. ഈ നിയമപരിരക്ഷ കോടതികൾ അംഗീകരിച്ചതുമാണ്. എന്നാൽ ഇതിന് വിരുദ്ധമായ കൽപ്പനകളാണ് സെൻട്രൽ ബോർഡ് ഓഫ് ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ ബോർഡ് പിരിച്ചുവിടുകയും EPF പെൻഷൻ സ്കീം സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്താൽ പെൻഷൻകാർക്ക് അല്പമെങ്കിലും ഗുണകരമായ നേട്ടങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കുട്ടനാട് മേഖല ഉൾപ്പെട്ട 2014-2015 വർഷത്തെ മൃഗസംരക്ഷണ മേഖലയിലെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് മങ്കമ്പ് മൃഗാശുപത്രിയിൽ പ്രസിദ്ധീകരിച്ചു. പശു എരുമ വളർത്തൽ ഗുണഭോക്താക്കളുടെ യോഗം ഈ മാസം 13-ന് രാവിലെ 10-ന് നടക്കും. അസോള ബയോവേസ് ഗുണഭോക്താക്കളുടെ യോഗവും 13-ന് മങ്കമ്പ് മൃഗാശുപത്രിയിൽ നടക്കും.
കുട്ടനാട് താലൂക്കിലെ എല്ലാ താറാവ് കർഷകരും അതാത് മൃഗാശുപത്രിയിൽ ഈ മാസം 15-ന് മുൻപായി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. താറാവ് വാക്സിൻ, മരുന്ന് എന്നിവ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് മൃഗാശുപത്രി മുഖാന്തരം മാത്രമേ വിതരണം ചെയ്യുമെന്ന് വെറ്റിനറി സർജൻ അറിയിച്ചു. കേരള സ്റ്റേറ്റ് കയർ കോർപ്പറേഷന്റെ ആലപ്പുഴയിലെ നവീകരിച്ച ഫാക്ടറി സമുച്ചയവും ഹെഡ് ഓഫീസ് കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും ശനിയാഴ്ച നടക്കും. കേരള റവന്യൂ കയർ വകുപ്പ് മന്ത്രി അടൂർ പ്രകാശ് നവീകരിച്ച ഫാക്ടറി സമുച്ചയം ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ ഡോക്ടർ ടി.എം. തോമസ് ഐസക് എം.എൽ.എ. അധ്യക്ഷനാവും. കെ.സി. വേണുഗോപാൽ എം.പി. ആധുനിക ഡിസ്പ്ലേ റൂമിന്റെയും കോൺഫറൻസ് ഹാളിന്റെയും ഉദ്ഘാടനം നിർവഹിക്കും. ജി. സുധാകരൻ എം.എൽ.എ. എക്സ്പോർട്ട് വെയർ ഹൌസും ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതിഭാകരി ഫാക്ടറി ഔട്ട്ലെറ്റും പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. കയർ കോർപ്പറേഷൻ ഈ വരുന്ന 10-ാം തീയതി 10 മണിക്ക് നവീകരിച്ച ഫാക്ടറി സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നടത്തപ്പെടുകയാണ്. അതിൻ്റെ ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനായ കയർ വകുപ്പ് മന്ത്രി ശ്രീ അടൂർ പ്രകാശ് അവർകളാണ്. ആ സമ്മേളനത്തിൽ നമ്മുടെ എം.എൽ.എ. ഡോക്ടർ ടി.എം. തോമസ് ഐസക് അവർകളാണ് അധ്യക്ഷത വഹിക്കുന്നത്. ആധുനിക ഡിസ്പ്ലേ റൂമിൻ്റെയും കോൺഫറൻസ് ഹാളിൻ്റെയും ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുൻ മന്ത്രി കേന്ദ്രമന്ത്രി ശ്രീ കെ.സി. വേണുഗോപാൽ എം.പി. നിർവഹിക്കുന്നു. അതോടൊപ്പം തന്നെ നവീകരിച്ച ഈ എക്സ്പോർട്ട് വെയർ ഹൗസിൻ്റെ ഉദ്ഘാടനം മുൻ കയർ വകുപ്പ് മന്ത്രി ശ്രീ ജി. സുധാകരൻ അവர்களാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കമ്പനിയുടെ ഫാക്ടറി ഔട്ട്ലെറ്റിൻ്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രതിഭാഹരി അവர்களാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് കയർ സെക്രട്ടറി ശ്രീമതി റാണി ജോർജ് IAS. വാർത്താ സമ്മേളനത്തിൽ കയർ ബോർഡ് മാനേജിംഗ് ഡയറക്ടർ GN നായർ, ചെയർമാൻ KR രാജേന്ദ്രപ്രസാദ്, N. സുനിരാജ്, ബിനു ജോർജ്, ഷമ്മി സോമൻ, കൃഷ്ണപ്രസാദ്, PA റോബി, G. ഹരിചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു. സംസ്ഥാന പരിവർത്തിത ക്രൈസ്തവ ശുപാർശിത വിഭാഗ വികസന കോർപ്പറേഷൻ ലക്ഷ്യവിഭാഗത്തിൽപ്പെട്ട 50 വിദ്യാർത്ഥികൾക്ക് മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷാ പരിശീലനത്തിന് ധനസഹായം നൽകും. ഉയർന്ന മാർക്കോടെ ആദ്യ അവസരത്തിൽ യോഗ്യതാ പരീക്ഷ ജയിച്ചവർക്ക് അപേക്ഷിക്കാം. അപേക്ഷാ ഫോറം അക്ഷയ കേന്ദ്രങ്ങളിൽ ലഭിക്കും. ചരമവാർത്തകൾ. നിരണം ആലഞ്ചേരിൽ ഡാനിയൽ ജോർജ് നിര്യാതനായി. 96 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സാൻസദ് ആദർശ ഗ്രാമയോജന പദ്ധതി ഉദ്ഘാടനം കുട്ടനാട്ടിൽ നടന്നു. ആദർശ ഗ്രാമങ്ങളുടെ വികസനത്തിന് പ്രത്യേക ഫണ്ട് നീക്കിവെക്കാൻ ആവശ്യപ്പെടുമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. പരിധി വിടുന്ന BSNL. കേന്ദ്ര സർക്കാരിന്റെയും മാനേജ്മെന്റിന്റെയും തെറ്റായ നിലപാടുകൾ BSNL-നെ തകർക്കുമെന്ന് ജീവനക്കാർ. മതനിരപേക്ഷതയും പൊതുവിദ്യാഭ്യാസ സംരക്ഷണവും എന്ന മുദ്രാവാക്യമുയർത്തി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം മങ്കൊമ്പി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.